അഹമ്മദേ, എന്താ ചെയ്യുന്ന അഹമ്മദ്? ഞാൻ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ, അതോടൊപ്പം തന്നെ സർപ്പയുടെ മലപ്പുറം ജില്ലാ ഫെസിലിറ്റേറ്റർ ആണ്. ഈ സർപ്പ ആപ്പ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്ന് ഇദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും. എത്രമാത്രം ആൾക്കാർ കേരളത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? സർപ്പ ആപ്പ് കൊണ്ട് അങ്ങനെ ഗുണമുണ്ടോ? ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ പാമ്പിനെ കാണുന്ന സമയത്ത് ആപ്പിൽ നിന്ന് തൊട്ടടുത്തുള്ള റെസ്ക്യൂറുടെ നമ്പർ എടുത്തിട്ട് വിളിക്കുന്നുണ്ട്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സർപ്പ ആപ്പിൽ പാമ്പിരിക്കുന്ന അല്ലെങ്കിൽ പാമ്പിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പാമ്പിരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഫോട്ടോയോ അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള റെസ്ക്യൂർക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ പോവുകയും അതേപോലെ തന്നെ ആ പാമ്പിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷനും കിട്ടും, അവരുടെ നമ്പറും കിട്ടും. അപ്പോൾ റെസ്ക്യൂറുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും റെസ്ക്യൂർക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ആ പാമ്പിനെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കേസുകൾ ചെയ്യുന്നുണ്ട്. താങ്കളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. എന്നിട്ട് ഈ പാമ്പിന്റെ ലോകത്തോട്ട് ഇറങ്ങാൻ കാര്യം? ഇതിനോടുള്ള ഒരു താല്പര്യം. അങ്ങനെ നേരത്തെ പാമ്പുകളെ തേടിപ്പിടിക്കലൊക്കെ ഒരു ഹോബിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ അതെ, പാമ്പുകളെ എപ്പോഴും ഒരു കൗതുകമായിരുന്നു. ചെറിയ കാലത്ത് തന്നെ. ഏത് വയസ്സിൽ തുടങ്ങിയത് പരിപാടി? ഒരു 10, 12, 14 വയസ്സിലൊക്കെ മറ്റുള്ളവർ കളിക്കുന്ന സമയത്ത് ഞാൻ പറമ്പിലൂടെ ഒക്കെ നടന്നിട്ട് കല്ലൊക്കെ മറിച്ചു നോക്കിയിട്ട് ഈ ഒരു കൗതുകത്തിന്റെ പുറത്ത് കല്ലൊക്കെ മറിച്ചു നോക്കി പാമ്പിനെ കാണാറുണ്ട്. പക്ഷേ അന്ന് ഇതിനെ കുറിച്ച് വലിയൊരു അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്ല, ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്ന് പറഞ്ഞപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ മലബാർ മേഖലയിൽ നിന്നാണ് വരുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കരിങ്കല്ല് വെച്ചിട്ടാണ് തറ പണിയുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ കേസും ഞാൻ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. ഈ അടിത്തറ പണിഞ്ഞിട്ടുള്ള കരിങ്കല്ല് വെച്ചിട്ടാണ്. ഈ സാധനം നമ്മൾ ഒരിക്കലും സിമെന്റ് വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചോ ഫില്ല് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ മണ്ണിടുന്നു, അവിടെ എലികൾ വന്ന് ഈ തറയിലേക്ക് ഹോൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാമ്പിന് ആ വീടിന് ചുറ്റും സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. എവിടെയെങ്കിലും വീടിനകത്തേക്ക് എൻട്രി പോയിന്റ് ഉണ്ടെങ്കിൽ അത് വഴിയും കയറി വരാം. അതേപോലെ തന്നെ ടൈലിൻ്റെ ഹോളുകൾ മുകളിൽ ഫില്ല് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ ആ സമയത്ത് പാമ്പുകളിൽ അവിടെ വന്ന് മുട്ടയിടാനും താമസിക്കാനുള്ളൊരു കാരണതാവും.